വിശ്വസിക്കുന്നതാണ്. പക്ഷേ ഒരു സ്റ്റേറ്റായി പോകണമെങ്കിൽ അവിടെ നിർബന്ധമായും പോലീസ് വേണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു അച്ചടക്കമില്ലാത്തൊരു സ്റ്റേറ്റ് അത് അരാജകത്വത്തിരിക്കും. അദ്ദേഹം പലപ്പോഴും സൈന്യം വേണമെന്ന് പറഞ്ഞിട്ടില്ല, സൈന്യത്തിന്റെ എണ്ണം കുറയ്ക്കുന്നത് പോലും ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും പോലീസിന്റെ എണ്ണം കുറയ്ക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. കാരണം ഒരു സ്റ്റേറ്റിന്റെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ആ സ്റ്റേറ്റിലുള്ള ഒരു പോലീസ് സംവിധാനം. ഇപ്പോൾ കേരളത്തിന്റെ പോലീസ് ചരിത്രം അല്ലെങ്കിൽ ഇന്ത്യയുടെ പോലീസ് ചരിത്രം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഉണ്ടാവുകയും അതിലുണ്ടായ മാറ്റങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി, ഒരു സ്വതന്ത്രാന കാലത്ത് ഉണ്ടായെങ്കിൽ പോലും ആ മാറ്റങ്ങൾ പൂർണ്ണമായും ഒരു സിവിലൈസ്ഡ് ആയ അല്ലെങ്കിൽ ഒരു ജനാധിപത്യ സമൂഹത്തോട് കൂറു പുലർത്തുന്ന അല്ലെങ്കിൽ അതിലെ സേനാംഗങ്ങളെ ബ്രിട്ടീഷുകാരുടെ ഇതിൽ അവരുടെ ഹൈറാക്കി അല്ലെങ്കിൽ ഓഫീസർ ആ ഒരു ഹൈറാക്കിക്കൽ സിസ്റ്റം എങ്ങനെയാണോ നിലനിന്നത് ആ ഒരു സിസ്റ്റത്തിന് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താതെ ഉള്ള ഒരു വ്യവസ്ഥിതി തീർച്ചയായും താഴോട്ട് പോവുകയും ചെയ്തു. അത് ആധുനിക ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായും പുതിയ ചെറുപ്പക്കാർ വന്നപ്പോൾ അവർ കൂടുതൽ ജനാധിപത്യ ബോധത്തെയോ അല്ലെങ്കിൽ കുറച്ച് സ്വാതന്ത്ര്യത്തെയൊക്കെ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും അവർക്ക് ഉണ്ടാകുന്ന ഈ ഒരു പ്രശ്നത്തെ പലപ്പോഴും അതൊരു ഡ്യൂട്ടി ഭാരം എന്ന രീതിയിൽ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളിലടക്കം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഡ്യൂട്ടി ഭാരം എന്ന് പറയുന്നത്. ആ രീതിയിലേക്ക് പോയിരിക്കുക. അത് ഇപ്പോൾ ഞങ്ങൾ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പല സംസ്ഥാനങ്ങളിൽ പോകുന്നുണ്ട്. ഇപ്പം തമിഴ്നാടോ അല്ലെങ്കിൽ പഞ്ചാബിലോ ഒക്കെ പോകുമ്പോൾ അവിടെ ഒരുപക്ഷെ കേരള പോലീസൊക്കെ ഞങ്ങൾ അപ്പോൾ ആഗ്രഹിക്കുന്നത് നമ്മളൊക്കെ ഏതോ സ്വർഗത്താണെന്ന്. കാരണം അത്രയധികം പ്രതിസന്ധിയിലാണ് അവിടുത്തെ പോലീസ് സേനാംഗങ്ങൾ. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം പോലീസ് സേനാംഗങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന സംസ്ഥാനം എന്ന് തമിഴ്നാടാണ്. കാരണം അത്രയധികം അവർക്ക് സാധാരണ ഞങ്ങൾക്കൊക്കെ ഒരു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞാൽ വീട്ടിൽ പോകാൻ കഴിയുമെങ്കിൽ തമിഴ്നാട്ടിൽ 5 ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ, ഞങ്ങൾ ഇപ്പോഴും ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയപ്പോൾ 5 ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ അവർക്ക് വീട്ടിൽ പോകാൻ കഴിയൂ. ഇപ്പോൾ അവിടുത്തെ ഗവൺമെന്റ് തന്നെ ഒരു ഓർഡർ ഇറക്കി, ബർത്ത്ഡേക്കും അതുപോലെ തന്നെ വിവാഹ വാർഷികത്തിനുമൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ പോകാം എന്ന രീതി. അപ്പോൾ ആ രീതിയിലേക്ക് മറ്റ് സംസ്ഥാനങ്ങൾ മാറുമ്പോൾ കേരളം കുറച്ചുകൂടി ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ നമ്മുടെ സംസ്ഥാനം എടുത്താലും അല്ലെങ്കിൽ ഈ തലസ്ഥാന നഗരം എടുത്താലും നിലവിലുള്ള അംഗസംഖ്യ എന്ന് പറയുന്നത് ഈ ജനസംഖ്യ അനുപാതികമായി ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരം സിറ്റി എടുത്താൽ വിഴിഞ്ഞം തുറമുഖമടക്കം അല്ലെങ്കിൽ പെട്ടെന്ന് വികസിക്കുന്ന നഗരം എന്നടക്കം വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള സേനാംഗങ്ങളുടെ എണ്ണത്തിന്റെ കുറവ് പലപ്പോഴും ഈ സേനയുടെ ക്രിയാത്മകതയെ ബാധിക്കുന്നുണ്ട്. അത് പലപ്പോഴും ഒരു എഫ്ഐആർ എടുത്ത കേസ് അന്വേഷണത്തിൽ പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് ഒരു VIP ഡ്യൂട്ടി വരുന്നത്. പെട്ടെന്ന് അദ്ദേഹം ആ VIP ഡ്യൂട്ടിക്ക് പോകുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കറണ്ട് ബില്ലിന്റെ വാട്ടർ ബില്ലിന്റെ ബില്ല് കൂട്ടിയതിന്റെ ആളുകൾ സമരം നടത്തുമ്പോൾ പെട്ടെന്ന് അതിലേക്ക് പോകുന്നു. അപ്പോൾ ഒരു ഡ്യൂട്ടിയിൽ നിന്ന് മറ്റൊരു ഡ്യൂട്ടിയിലേക്ക് പോകുന്നു. അതാണ് യഥാർത്ഥത്തിൽ പോലീസിന് ഉണ്ടാകുന്ന ഡ്യൂട്ടി ഭാരം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡ്യൂട്ടി ഭാരം പലപ്പോഴും പല രീതിയിൽ പ്രതിഫലിക്കാറുണ്ട്. അത് ചില പോലീസുകാർക്ക് താങ്ങാൻ കഴിയാത്ത അപ്പുറം വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു വിഭാഗം പോലീസ് വരുമ്പോൾ ചിലപ്പോൾ ചിലരെങ്കിലും വളരെ ന്യൂനപക്ഷമെങ്കിൽ പോലും അത് പൊതുജനങ്ങളുമായുള്ള സംസാരത്തിലേക്ക് മാറ്റങ്ങൾ വരാറുണ്ട്. അപ്പം എന്തു തന്നെ പറഞ്ഞാലും ഒരു പോലീസുകാരന്റെ ഡ്യൂട്ടി ഭാരത്തേക്കാളും ഏറ്റവും വലുത് തന്നെയാണ് പൊതുജനങ്ങളുടെ മൗലികാവകാശം. അതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും മാധ്യമങ്ങൾ വളരെ രീതിയിൽ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ഓതറൈസ്ഡ് അല്ലാത്ത ഒരുപാട് ഇപ്പോൾ ഈ ബുൾജെറ്റ് എന്ന് പറയുന്ന മാധ്യമത്തെ അതിന്റെ 2 യൂട്യൂബേഴ്സിനെ പിടിച്ചപ്പോൾ അവരും പറഞ്ഞാൽ ഞങ്ങളും മാധ്യമ പ്രവർത്തകരാണ്. ആദ്യം അവിടുത്തെ MVDയോടും പോലീസിനോടും പറഞ്ഞാൽ ഞങ്ങളും മാധ്യമ പ്രവർത്തകരാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു രീതിയിലേക്കൊക്കെ പലപ്പോഴും പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധിയുടെ ഫലം പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർ അനുഭവിക്കാറുണ്ട് എന്ന വാസ്തവം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു വാസ്തവത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു സമകാലിക പ്രസക്തിയുള്ള ഈ സെമിനാർ ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ സെമിനാറിന് അധ്യക്ഷത വഹിക്കുന്നത് പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ ശ്രീ സുധീർ സാറാണ്. സാറിനെ പരിചയപ്പെടുത്തേണ്ടതില്ല. സാറിനെ വളരെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യാം. ഈ ചടങ്ങിന്റെ വിഷയാവതരണവും അതുപോലെ തന്നെ ഉദ്ഘാടനവും നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട മുൻ DGP ഹേമന്ത സാറാണ്. ഇപ്പോൾ പോലീസിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ പോലീസിന്റെ ഡ്യൂട്ടി പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ചർച്ചകൾ വന്നപ്പോൾ മനോരമയിൽ അതൊരു ഫീച്ചറായി തന്നെ വന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം പല ഉന്നത ഉദ്യോഗസ്ഥർ പോയപ്പോഴും അവര് ഒന്നും തന്നെ ഒരു അഭിപ്രായം പറഞ്ഞില്ല. പക്ഷേ വളരെ കർശനമായി അത് പോലീസുകാർ മേലുദ്യോഗസ്ഥർ എപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥർ താഴെയുള്ള ഉദ്യോഗസ്ഥരുടെ വാദം കൂടി കേൾക്കണം, അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളത് കേൾക്കണം. അത് അവരുടെ മൗലികമായ ഒരു അവകാശമാണെന്ന രീതിയിൽ വളരെ സാധാരണക്കാരനായ പോലീസുകാർക്ക് വേണ്ടി സംസാരിച്ച ആളാണ് ശ്രീ ഹേമന്ത സാർ. സാറിനെ വളരെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യാം.
ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന ബഹുമാനപ്പെട്ട ഏഷ്യാനെറ്റിന്റെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്ററായ PG സുരേഷ് കുമാർ സാറിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല. ഇപ്പോൾ ഒരു വാർത്ത വരുമ്പോൾ അതിലെ തങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാളിച്ച പറ്റിയാൽ അത് തുറന്നു സമ്മതിക്കുക എന്നത് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ ഇന്നലെ തന്നെ ഏഷ്യാനെറ്റിൽ അത് വളരെ സോഷ്യൽ മീഡിയയൊക്കെ വളരെ ഓഡിറ്റിംഗ് വിധേയമാക്കുന്ന ഒരു കാലത്ത് ഏത് വാർത്തയും ഓഡിറ്റിംഗ് വിധേയമാക്കുകയാണ്. ഇപ്പോൾ കർണാടകയിൽ നടന്ന ദൗത്യത്തിൽ ചില ആളുകൾ നടത്തിയ തെറ്റായ പ്രവണതകൾ അത് ഞങ്ങൾക്കും റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. അത് തെറ്റായിരുന്നു എന്ന് വളരെ ധൈര്യപൂർവ്വം, അതൊരു വലിയൊരു കാര്യമാണ്. ഒരു മാധ്യമം തുറന്നു സമ്മതിക്കുന്ന ഒരു ഇതാണ് ഏറ്റവും വലിയൊരു കാലം, പ്രത്യേകിച്ചും ഈ ഒരു സത്യാനന്തര കാലഘട്ടം. അത് വളരെ ധൈര്യസമേതം പറയുന്ന ഒരു മാധ്യമം തന്നെയാണ് ഏഷ്യാനെറ്റ്. അതിന്റെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ശ്രീ PG സുരേഷ് കുമാർ സാറിനെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം. അടുത്തതായി അഡ്വക്കേറ്റ് വിനീത് കുമാർ സാറാണ്. സാറിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്നില്ല. സാർ മുൻ PP കൂടിയാണ്. സാറിന് ഈ വളരെ സമഗ്രമായി ഈ വിഷയത്തെപ്പറ്റി അറിയാവുന്ന ഒരാളാണ്. സാറിനെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. അടുത്തതായി ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രൊഫസറായ അരുൺ സാറാണ്. അരുൺ സാറ് ഇപ്പോൾ ഒരുപാട് പേര് അരുൺ സാറിന്റെ പ്രഭാഷണം കൂടി കേൾക്കാനാണ് വന്നത്. കാരണം അരുൺ സാറിന്റെ വീഡിയോകളൊക്കെ ഒരുപാട് യൂട്യൂബിൽ വരുന്നുണ്ട്. ഇതൊരു പോലീസ് അല്ലെങ്കിൽ പോലീസ് സമൂഹവും തമ്മിലുള്ള ഒരു വിഷയവും അത് പോലീസുകാർക്കുണ്ടാകുന്ന ഒരുപാട് മാനസിക സംഘർഷമുണ്ട്. അത് ഒരു സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ഒരു മാനസിക സംഘർഷമുണ്ട്. കാരണം സൊസൈറ്റിക്കും മനസ്സുണ്ട് എന്ന് പണ്ട് വിജയം ഭാഷയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനെയൊക്കെ വളരെ സമഗ്രമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളാണ് അരുൺ സാർ. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി KPOയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി CR ബിജു സാറാണ്. ബിജു സാറിനെ ഏതെങ്കിലും രീതിയിൽ പരിചയപ്പെടുത്തുന്നത് തന്നെ അതൊരു അനുയോജ്യമായി പോകും. ബിജു സാറിനെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം. അടുത്തതായി KPOയുടെ സംസ്ഥാന പ്രസിഡന്റ് ഷിനോദാസ് സാർ എത്തിയിട്ടുണ്ട്. സാറിനെ പരിചയപ്പെടുത്തേണ്ടതില്ല. സാറിനെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന KPOയുടെയും സംസ്ഥാന ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, അതുപോലെ തന്നെ ഈ ചടങ്ങിൽ പലരും ഡ്യൂട്ടി കഴിഞ്ഞും അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞും ഈ സെമിനാറിന് വേണ്ടി വന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകർക്കും മറ്റ് എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സെമിനാറിന്റെ വിഷയാവതരണവും ഉദ്ഘാടകനുമായ ശ്രീ ഹേമേന്ദ്രൻ IPS അവർ, ഏഷ്യാനെറ്റിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ PG സുരേഷ് കുമാർ സാർ, മുൻ PP കൂടിയായ സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് വിനീത് കുമാർ സാർ, പ്രമുഖ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ അരുൺ B നായർ സാർ, പ്രിയങ്കരനായ ബിജു സാർ, ഷിനോദാസ് സാർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കേരള പോലീസ് അസോസിയേഷൻ്റെ തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ 38ാം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന സെമിനാറാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള പോലീസ് വർത്തമാനകാല പ്രതിസന്ധികൾ, പ്രതീക്ഷകൾ എന്ന കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ഈ സെമിനാറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും പോലീസ് സംഘടന രൂപീകൃതമായ അന്നു മുതൽ എല്ലാ സമ്മേളനങ്ങളിലും പോലീസ് പരിഷ്കരണം ഒരു വിഷയമായി ഒരു സെമിനാർ സംഘടിപ്പിക്കാറുണ്ട്. ഇന്നും നമ്മൾ അത്തരം വിഷയങ്ങളിലൂന്നി സെമിനാറുകൾ സംഘടിപ്പിക്കുന്നു എന്നതുകൊണ്ട് പോലീസ് പരിഷ്കരണം ഈ സമൂഹത്തിനും പോലീസ് ഉദ്യോഗസ്ഥർക്കും എത്ര കണ്ട് പ്രധാനപ്പെട്ടതാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. പോലീസിന്റെ പരിഷ്കരണം സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ പോലീസിന്റെ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റവും കൂടി നമ്മൾ ഈ സെമിനാറിൽ അവതരിപ്പിച്ചു പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട വെല്ലുവിളികൾ അല്ലെങ്കിൽ വർത്തമാനകാല പ്രതിസന്ധികൾ എന്ന് പറയുന്നത് കൂടി തന്നെ എല്ലാ കാലത്തും ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്ന ഒന്നാണ് നമ്മുടെ അംഗസംഖ്യ കുറവ് എന്ന് പറയുന്നത്. നമുക്കറിയാം, കാലാകാലങ്ങളിൽ അംഗസംഖ്യ വർധനവ് ഉണ്ടായിട്ടുണ്ട് എങ്കിലും കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരിൽ 1/3 മാത്രം വരുന്ന കേവലം 20,000 പോലീസുകാരാൽ ജോലി ചെയ്യപ്പെടുന്ന പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട, പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനും അവരുടെ ആകുലതകൾ, അവരുടെ വിഷമതകൾ പരിഹരിക്കുന്നതിനുമൊക്കെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കേവലം 20,000 പോലീസ് ഉദ്യോഗസ്ഥരാണ് നമുക്ക് മനസ്സിലാക്കാം.
ഈ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന 20,000 പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം 40 വർഷങ്ങൾക്ക് മുമ്പാണ് തീരുമാനിച്ചത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. 40 വർഷം മുമ്പ് നമ്മുടെ കാലഘട്ടം, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ആ വ്യവസ്ഥകൾ, ആളുകൾ, വാഹനങ്ങളുടെ എണ്ണം, കുറ്റകൃത്യങ്ങളുടെ രീതി, കുറ്റകൃത്യങ്ങളുടെ ആ വ്യത്യസ്തത, അല്ലെങ്കിൽ ആളുകളുടെ മാനസികാവസ്ഥ എല്ലാം ഈ 40 വർഷം കൊണ്ട് കൃത്യമായി മാറ്റം വന്നു എങ്കിൽ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം 40 വർഷം മുമ്പ് തീരുമാനിക്കപ്പെട്ട അതേ രീതിയിൽ തന്നെ തുടർന്നു വരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധികളിൽ ഒന്നാണ്. ഈ 40 വർഷം കൊണ്ട് നമുക്ക് മാറി മാറി വന്ന സർക്കാരുകൾ വിവിധ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് വിവിധതരം പദ്ധതികൾ നടപ്പിലാക്കി, വിവിധതരം ജോലികളിൽ വിവിധ മാറ്റങ്ങൾ വരുത്തി, നമ്മുടെ കർത്തവ്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു. നമുക്ക് ഞാനൊക്കെ ട്രെയിനിങ് ചെയ്യുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നതിൽ നിന്ന് 2011 കേരള പോലീസ് ആക്ട് വന്നതോടുകൂടി ജനങ്ങളുടെ ജീവനും സ്വത്തിനും അന്തസ്സിനും സംരക്ഷണം നൽകേണ്ട ലെവലിലേക്ക് മാറിയെങ്കിൽ ഇന്ന് കേരളത്തിലെ ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും ഭൂമിക്ക് മുകളിൽ ആകാശത്തിന് കീഴെ വരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ് ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അത്തരത്തിൽ ജോലികൾ ചെയ്യാൻ കേവലം 20,000 പോലീസുകാർ, 40 വർഷം മുമ്പ് തീരുമാനിച്ച 20,000 പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ജോലി ചെയ്യുന്നുള്ളൂ എന്നുള്ളത് നമ്മളേവരും ഇരുത്തി ചിന്തിക്കേണ്ട കാര്യമാണ്. അവിടെ ഇത്തരം പരിമിതമായ അംഗസംഖ്യ കൊണ്ട് ഈ ജോലികളെല്ലാം ചെയ്തു തീർക്കപ്പെടുമ്പോൾ നമ്മൾ കൂടുതൽ ജോലികൾ ചെയ്യുന്ന തലത്തിലേക്ക് മാറുന്നു. നമ്മുടെ ജോലി സമയം കൂടുതൽ ചെലവഴിക്കേണ്ടതായി വരുന്നു, ജോലി സ്ഥലങ്ങൾ ചെലവഴിക്കേണ്ടതായി വരുന്നു. ഇത്തരം ജോലി സമയങ്ങൾ കൂടി 8 മണിക്കൂർ എന്നുള്ളത് 10, 12, 14, 16 മണിക്കൂർ വരെ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മാനസികാവസ്ഥ നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും കൃത്യമായി മനസ്സിലാക്കാവുന്നതാണ്. അത് അനുഭവവേദ്യമാണ്. അപ്പൊ ഇത്തരത്തിൽ മാനസികാവസ്ഥയോട് ജോലി ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങളെല്ലാം നമ്മൾ ഈ സെമിനാറിൽ കൃത്യമായി ചർച്ച ചെയ്തു പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ കാലാകാലങ്ങളിൽ പോലീസ് പരിഷ്കരണ സെമിനാറിൽ നടത്തി വരുമ്പോൾ കേവലം 1-2 വിഷയങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ആ സെമിനാറിന്റെ വിഷയമാക്കിയെങ്കിൽ ഇത് പോലീസ് സമൂഹത്തിനെയും അതുവഴി നാടിന് ഉപകാരപ്രദമാകുന്ന പരിഷ്കരണ രീതികൾ ഈ സെമിനാർ ഉയർന്നു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വ്യക്തികളെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ സമയക്ലിപ്തത ഇല്ലാത്ത ജോലി ചെയ്തു വരുന്നു. ഒരു സാധാരണ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ജോലിക്ക് ഓഫീസിലേക്ക് പോകുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇന്ന് ചെയ്യേണ്ട അല്ലെങ്കിൽ ആ ദിവസം ചെയ്യേണ്ട കൃത്യമായ കാര്യങ്ങൾ അടുക്കി പിറക്കി ചിട്ടപ്പെടുത്തി പോകുമ്പോൾ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലീസ് സ്റ്റേഷനിലേക്ക് ജോലിക്ക് പോകുമ്പോൾ ശൂന്യമായ മനസ്സോടുകൂടിയാണ് അവൻ പോകുന്നത്. അവൻ ഒരു ജോലി ചെയ്യാൻ തീരുമാന സ്റ്റേഷനിലേക്ക് പോയാൽ അവൻ വിചാരിക്കുന്ന ജോലിയേക്കാൾ കൂടുതൽ ജോലികൾ ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥൻ മാറി. ഇത്തരത്തിലുള്ള ഭീകരാവസ്ഥ, ഇത്തരത്തിലുള്ള അവസ്ഥ പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രകടനങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ മാനസികാവസ്ഥയിൽ, അവരുടെ ശാരീരികാവസ്ഥയിൽ കൃത്യമായ മാറ്റം വന്നു തുടങ്ങി. ഈ മാറ്റം ചെറുതാണെങ്കിൽ പോലും അത് കൂടുതൽ വന്ന് അവന്റെ കുടുംബങ്ങളിലേക്കും അവൻ അധിവസിക്കുന്ന സമൂഹത്തിലേക്കും ആ മാറ്റം വന്നതോടുകൂടി അത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ മാനസികമായി തന്നെ ഈ ജോലിയോടുകൂടിയുള്ള അല്ലെ ആത്മാർത്ഥതയോടുകൂടിയുള്ള ജോലികളിൽ നിന്ന് മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും വിട്ടു നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് നമ്മളുടെ ഈ കാലഘട്ടങ്ങളിൽ ചർച്ച ചെയ്യുന്ന ആത്മഹത്യകൾ ഇവിടെ സൂചിപ്പിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ കണക്കുകൾ പരിശോധിച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥർ 88ഓളം പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്തു എങ്കിൽ അതിനകത്ത് 90% പേരും അവരുടെ സ്വകാര്യമായ പ്രശ്നങ്ങളാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. പക്ഷേ എങ്ങനെയാണ് അവരുടെ ഈ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങളാണ് ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അവർക്ക് ഈ കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുന്നത് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും. ഇത്തരത്തിൽ നമുക്ക് അനിശ്ചിതത്വത്തോടുകൂടിയും സമയക്ലിപ്തതയില്ലാതെയും ജോലി ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന പ്രതിസന്ധികൾ അല്ലെങ്കിൽ നമ്മുടെ ആ ടെൻഷൻ ഇത് കുടുംബങ്ങളിലേക്ക് വ്യാപിക്കുമ്പോൾ നമുക്ക് കുടുംബത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ വർദ്ധിച്ചു വന്ന് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന അവസ്ഥയിലേക്ക് പോയി അവന്റെ മാനസികാവസ്ഥ തളരുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ അംഗസംഖ്യയിൽ കാതലായ മാറ്റം വരണം എന്നുള്ളതാണ് നമുക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്.
അതുപോലെ തന്നെ വർത്തമാനകാല പ്രതിസന്ധികൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമ്മളിപ്പോൾ നമുക്കറിയാം, നമ്മുടെ പുതിയ 3 നിയമങ്ങൾ വന്നു. BNS, BNSS, BSA. ജൂലൈ 1 മുതൽ ആ നിയമം പ്രാബല്യത്തിലെത്തിയിരിക്കുകയാണ്. ഞാനൊരു 2-3 ദിവസം മുമ്പ് ഒരു പത്രത്തിലൊരു വാർത്ത വായിച്ചു. ഒരു അഭിഭാഷകൻ കോടതിയിൽ ഹർജി കൊടുത്തു, ഈ നിയമത്തിൽ വരുന്ന സംസ്കൃത പദങ്ങളെല്ലാം ഒഴിവാക്കി ഇംഗ്ലീഷിലേക്ക് മാറ്റണം എന്നുള്ളത്. ഇപ്പോൾ കോടതി പറഞ്ഞ ഒരു നിർദ്ദേശം, ഞങ്ങൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ നിയമങ്ങൾ സമയമെടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്വാഭാവികമായിട്ട് പഠിച്ചു വരുമ്പോൾ നമുക്കിതെല്ലാം ഫെമിലിയർ ആയിക്കോളും, അങ്ങനെ ചിന്തിച്ചുകൂടെ എന്നുള്ള വാദം തുടർന്നുകൊണ്ടിരിക്കുകയാണ്, തീരുമാനമായിട്ടില്ല. നമ്മളും ഈ നിയമത്തെ പരിചയപ്പെട്ടു. ഈ കോടതികളിലും ബഹുമാനപ്പെട്ട ജഡ്ജിമാരായാലും അഭിഭാഷകരായാലും അവർക്ക് പഠിക്കാനുള്ള സമയം കൃത്യമായി ഇതിനകത്തുണ്ട്. നമ്മൾ ജൂലൈ 1 മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കെല്ലാം ഇതിന്റെ പരിശീലനം സിദ്ധിച്ചവരാണ്. എനിക്കും കിട്ടിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 3 ദിവസം പരിശീലനമാണ് നമുക്ക് കിട്ടിയതെങ്കിൽ പിന്നീട് ഈ 3 നിയമങ്ങളും 1 ദിവസം പരിശീലനം കിട്ടി. എനിക്ക് 50 മാർക്കിൽ 43 മാർക്കും കിട്ടി. ഒരു കണക്ക് പരിശോധിച്ചാൽ, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ കണക്ക് പരിശോധിച്ചാൽ ഈ 3 നിയമങ്ങളും മറ്റ് സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും പോലീസ് ഉദ്യോഗസ്ഥർ പരിശീലനം കിട്ടിയ ഈ കാര്യം എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ ചിലപ്പോൾ 100% പോലീസ് ഉദ്യോഗസ്ഥർ ഈ നിയമങ്ങൾ പരിശീലനം കിട്ടിക്കൊണ്ട് നമ്മൾ നമ്പർ 1 ആവും. എന്താണ് നമ്മുടെ അവസ്ഥ? ഈ 3 നിയമങ്ങളും 100% പോലീസ് ഉദ്യോഗസ്ഥരും പരിശീലനം കിട്ടി എന്ന് വരുമ്പോൾ ജൂലൈ 1 മുതൽ ഉണ്ടാകുന്ന കേസുകളിൽ നമ്മൾ ആരംഭ ദിശയിലിടുന്ന FIR-കൾ വർഷങ്ങൾക്ക് ശേഷം ഹൈക്കോടതിയും സുപ്രീം കോടതിയും പരിശോധിക്കപ്പെടുമ്പോൾ ഇതിൽ ആ നിയമത്തിൽ തറവായിരുന്ന ന്യായാധിപന്മാർ ഈ കേസിന്റെ FIR രജിസ്റ്റർ ചെയ്ത കാര്യത്തിന്റെ അപാകതകൾ തലനാരിഴക്കി പരിശോധിക്കുമ്പോൾ ജൂലൈ 2-ന് FIR ഇട്ട പോലീസ് ഉദ്യോഗസ്ഥൻ, 1 ദിവസം പ്രായം ആയ പോലീസ് ഉദ്യോഗസ്ഥൻ, ഈ നിയമം പഠിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്ത ചെറിയ അപരാധം വർഷങ്ങൾക്ക് ശേഷം തലനാരിഴക്കി പരിശോധിക്കേണ്ടതായിരുന്നു. അത്തരത്തിലുള്ള പ്രതിസന്ധി പോലീസ് ഉദ്യോഗസ്ഥൻ നേരിടുന്നുണ്ട്. ഈ പുതിയ നിയമം മാത്രമല്ല, ഇനി 30 ജൂണിനാണ് ഇത് നടന്നതെങ്കിൽ നമുക്കത് മറന്നു കളയാമെന്ന് വെച്ചാൽ അതും കഴിയില്ല. അപ്പോ ഇതിന് പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാം പരിശീലിപ്പിച്ചത് കൊണ്ട് ഈ നിയമം നടപ്പിലാക്കാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് അതിനെ അംഗീകരിക്കാനും കഴിയില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ മറ്റു പലരും അനുഭവിക്കുന്നതിനേക്കാൾ തീവ്രമായ രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ തൊഴിലിടങ്ങളിലും അവരുടെ തൊഴിൽ രീതികളിലും അവർ ആപ്ലിക്കബിൾ ആക്കുന്ന നിയമങ്ങളിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഒരു കൂടുതൽ എഫർട്ട് എടുത്തുകൊണ്ട് അവരുടെ ജോലികൾ കൂടുതൽ പ്രഷറൈസ് അനുഭവിക്കുന്നുള്ളതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടുതൽ ചർച്ച ചെയ്തു വരിക, നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, കുടുംബത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ. നമ്മൾ പലപ്പോഴും ചോദിക്കും, പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം പരിശീലനം കിട്ടുന്നവരല്ലേ? ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പരിശീലനം കിട്ടുന്നവരല്ലേ? അവർക്ക് 9 മാസം 10 മാസം പരിശീലനം കിട്ടുന്നുണ്ട്, എന്തുകൊണ്ട് അവർക്ക് ഇതെല്ലാം അനുഭവിച്ചുകൂടാ? ശരിയാണ്. നമ്മൾ പരിശീലനം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ശാരീരികമായ കുറച്ചൊക്കെ നമുക്ക് ഒരു സ്ട്രെങ്ത് കിട്ടും. പക്ഷേ കുറെ നാൾ കഴിയുമ്പോൾ നമുക്ക് ഈ സ്ട്രെങ്ത് ഒന്നും പോരാതെ വരും പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യാൻ. നമ്മൾ അതിന് പരിഹാരം യോഗയിലും കൗൺസിലിങ്ങിലൊക്കെ തേടുമ്പോൾ ഒരു GD കയറുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു 7 മണി മുതൽ 11 മണി വരെ അവൻ 10 കൈകൾ കൊണ്ട് ജോലി ചെയ്താലും തീരാത്തത്ര ജോലി ആ സ്റ്റേഷനിൽ ഉണ്ടാവും. അവന് യോഗയും കൗൺസിലിംഗ് കൊടുത്താൽ മാത്രം ശരിയാകില്ല. അവൻ ഫോൺ ചെയ്യുമ്പോൾ അവന്റെ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാനും, അവൻ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കുമ്പോൾ വയർലെസ് എടുക്കാനും ടാബ് ഓപ്പറേറ്റ് ചെയ്യാനും ഒരാളധികം കിട്ടിയാൽ മാത്രമാണ് അവന്റെ ആ പ്രഷർ തീർക്കാൻ സാധിക്കുള്ളൂ. അവനൊരിക്കലും യോഗയും അവനൊരിക്കലും കൗൺസിലിംഗ് കൊടുത്താൽ ശരിയാകില്ല. കൗൺസിലിംഗ് യോഗയൊക്കെ നല്ലതാണ്, പക്ഷേ അത് അത്തരത്തിലുള്ള ആഴങ്ങളിലേക്ക് ഇറങ്ങി മാനസികാവസ്ഥയിൽ ചെന്ന ആളുകൾക്ക് അത്രയും കൗൺസിലിംഗ് നമുക്ക് കൊടുക്കാം. പക്ഷെ നമുക്ക് വേണ്ടത് ഇത്തരത്തിലുള്ള സഹായ സഹകരണങ്ങൾ നമുക്ക് വേണ്ടത് മനസ്സിലാക്കാം. ഇപ്പൊ ഇത്തരം മാനസികാവസ്ഥ കുടുംബങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഉദാഹരണം, ഞാൻ പെട്ടെന്ന് പറയാം, എന്റെ ഇളയ മകൾ 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പൊ അവള് രാവിലെ 7:30, 7:45 മണിക്ക് സ്കൂൾ ബസ് വരും. ഒരു ദിവസം എൻ്റെ അടുത്ത് ചോദിച്ചു, എന്നെ എങ്ങനെ സ്കൂളിൽ ബസ്സിന് അടുത്ത് കൊണ്ടാക്കാമെന്ന് ചോദിച്ചു. ഞാൻ അന്ന് തിരക്കായതിനാൽ ഞാൻ ഡ്യൂട്ടിക്ക് അന്ന് സ്റ്റേഷനിൽ 1 വർഷം മുമ്പാണ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ ഞാൻ പറയുന്നത്, എനിക്ക് നേരത്തെ പോകണം, വേറെ ദിവസം കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു പോയി. പക്ഷേ ഈ വാൻ കയറുന്ന അവിടെ നിന്നൊരു പോലീസ് ഉദ്യോഗസ്ഥ ശ്രീകുമാർ സാർ ഇവിടെ ഉണ്ടാകുന്ന എനിക്കറിയില്ല, അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മകളുടെ മുഖത്ത് നല്ല വിഷമം, കണ്ണ് നിറഞ്ഞിരിക്കും, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വൈകുന്നേരം വന്നപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, ഒന്നും പറഞ്ഞില്ല. ഞാൻ ശനിയാഴ്ച ഒന്ന് റിലാക്സ് ആയിട്ട് സമയത്ത് ഞാൻ ചോദിച്ചു, എന്താണ് അങ്ങനെ
ഉണ്ടാവാൻ കാരണം? അപ്പോൾ അവൾ പറഞ്ഞു, എനിക്കൊന്ന് പോകുമ്പോൾ ടാറ്റ കാണിക്കാൻ വേണ്ടിയാണ് വരാൻ പറഞ്ഞത്. ഇത് നമുക്ക് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായി തോന്നും. ആ കുരുന്ന മനസ്സിൽ ചിലപ്പോ അവരാരുടെ ബെറ്റ് വെച്ചിട്ടുണ്ടാവാം. കൂട്ടുകാർ പറഞ്ഞു, എൻ്റെ അച്ഛൻ ഇന്ന് എന്നെ വന്ന് ടാറ്റ കാണിക്കും, നീ കണ്ടോ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് അവരുടെ ആഗ്രഹങ്ങളോടൊപ്പം നിൽക്കാൻ കഴിയാത്ത തരത്തിൽ നമ്മുടെ ജോലികൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് താങ്ങാൻ കഴിയാത്ത മാനസികാവസ്ഥ. അപ്പൊ അതൊക്കെ ഞാനത് നീർക്കിപ്പിച്ചൊന്നും പോകുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ ഈ കേവലം 1-2 വിഷയങ്ങൾ എടുക്കാതെ ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ പോലീസ് സമൂഹത്തിനെ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെ എങ്ങനെ ഈ പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതിന് വേണ്ടി അംഗസംഖ്യ കൂട്ടണമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അതിനകത്ത് ഗവൺമെന്റ് കുറേ മെഷേഴ്സ് ഒക്കെ എടുത്തു. അതിനകത്ത് നമുക്ക് ഇന്റഗ്രേഷൻ 2008 ഇന്റഗ്രേഷൻ കൊണ്ടുവന്നു. പക്ഷെ അതൊന്നും ആ പൂർണ്ണമായ അർത്ഥത്തിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് ആളുകളെ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വിഷമകരമായ അവസ്ഥയുണ്ട്. അംഗസംഖ്യ വർദ്ധിപ്പിക്കാതെ തന്നെ നമുക്ക് നിലവിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സ്റ്റേഷനിലെ സ്ട്രെങ്ത് 88 വന്ന സ്ട്രെങ്ത് പാറ്റേൺ ഒന്ന് പരിഷ്കരിച്ച് പുതിയ കാലിക പ്രസക്തമായ രീതിയിൽ പരിഷ്കരിച്ച് ഒരു 5 പോലീസുകാരെങ്കിലും ഒരു സ്റ്റേഷനിൽ കൊടുക്കാൻ പറ്റിയാൽ ആ പോലീസ് സ്റ്റേഷനിലെ ബാക്കിയുള്ള പോലീസ് ഉദ്യോഗസ്ഥന് 1 മണിക്കൂർ റെസ്റ്റ് കിട്ടാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ അനുഭവത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും ഈ സെമിനാർ ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് നമുക്ക് കിട്ടിയിരിക്കുന്ന അതിഥികൾ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥികളാണ്. നമ്മുടെ എല്ലാ മേഖലകളിലും അതിന്റെ പ്രാഗൽഭ്യം തെളിയിച്ച അതിഥികളാണ് ഇവിടെ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സെമിനാർ ഇതിന്റെ ഉപയോഗപ്രദമായ രീതിയിൽ നിങ്ങൾക്ക് ഏവർക്കും ഉപയോഗപ്രദമാകും എന്ന പ്രതീക്ഷയോടുകൂടി ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നതിനും വിഷയാവതരണത്തിലേക്കുമായി ഏറ്റവും ആദരണീയനായ ഹേമേന്ദ്രൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, KPA സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ സുധീർ ഖാൻ, ഇവിടെ സ്വാഗതം പറഞ്ഞ ശ്രീ ബാലജിത്ത്, വേദിയിലിരിക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ശ്രീ PG സുരേഷ് കുമാർ, അഡ്വക്കേറ്റ് വിനീത് കുമാർ, ഡോക്ടർ അരുൺ B നായർ, നമ്മുടെ പോലീസിലെ തന്നെ സംഘടനാ ഭാരവാഹികളായ ശ്രീ CR ബിജു, SR ഷിനോദാസ്, പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ, സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനുമൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ സശ്രദ്ധം കേൾക്കുകയായിരുന്നു. രണ്ടുപേരും ഊന്നൽ നൽകിയത് പോലീസ് സേനയിലെ അംഗസംഖ്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അതിനാധാരമായ പല കാര്യങ്ങളുമൊക്കെ അവർ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഈ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്. നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ കൃത്യമായി വിലയിരുത്തണമെങ്കിൽ ഇടയ്ക്ക് നമ്മൾ കേരളത്തിന് പുറത്ത് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഡ്യൂട്ടിക്ക് പോകണം. നിങ്ങൾ പറഞ്ഞു പഞ്ചാബിൽ, ഇവിടെ പോയപ്പോഴാണ് തമിഴ്നാട്ടിൽ, തൊട്ടടുത്ത തമിഴ്നാട്ടിലോ മറ്റേതെങ്കിലുമൊക്കെ സംസ്ഥാനത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു പടി കൂടി ഒത്തല്ല ഉയർന്ന പോലെ നമുക്ക് തോന്നും. നമ്മളൊക്കെ എത്ര മെച്ചപ്പെട്ട അവസ്ഥയിലാണെന്ന് തോന്നും. ഇത് നിങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ഈ IPS ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെയായിരുന്നു. ഞാൻ നാഷണൽ പോലീസ് അക്കാഡമിയിൽ 5 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. അതിന് മുൻപും അതിന് പിൻപും പല പരിശീലനത്തിനും പോയിട്ടുണ്ട്. അവിടെ ഈ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഉദ്യോഗസ്ഥർ ഉണ്ടാകാറുണ്ട്. എല്ലായിടത്തും, ജമ്മു ആൻഡ് കാശ്മീർ, നോർത്ത് ഈസ്റ്റും എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ കാണും. എല്ലാവരും
വലിയ സംഘർഷത്തോടു കൂടിയാണ് ഈ ട്രെയിനിങ്ങിന് വരുന്നത്. അവിടെ വന്ന് മറ്റുള്ളവരുമായൊക്കെ ഇടപഴകി അവരുടെ സംസ്ഥാനത്തെയും അവരുടെ ജോലി ചെയ്യുന്ന പ്രദേശത്തെയും അവസ്ഥകളൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ ഓരോരുത്തർക്കും ആശ്വാസമാണ്. ഞാൻ മാത്രമല്ല, എന്നേക്കാൾ മോശപ്പെട്ട അവസ്ഥയിലുള്ളവരും നമ്മുടെ ചുറ്റുമുണ്ട്. അതൊരു മൗലികമായ പ്രശ്നത്തിന് പരിഹാരമല്ലെങ്കിലും മനുഷ്യൻ പലപ്പോഴും അങ്ങനെയാണല്ലോ, ആപേക്ഷികമായിട്ടാണല്ലോ ചിന്തിക്കുന്നത്. അതൊരു ആ പരിശീലനം കൊണ്ട് അങ്ങനെ ഒരു പ്രയോജനമുണ്ട് എന്ന് ഞങ്ങൾ അക്കാഡമിയിൽ തമാശയായിട്ട് പറയുമായിരുന്നു. പോകുന്നവരൊക്കെ കുറേ കൂടി മെച്ചപ്പെട്ട അവസ്ഥയിലാണ്, അത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് പറയുമായിരുന്നു. പക്ഷെ നമ്മൾ ഗൗരവമായിട്ട് നോക്കുമ്പോൾ പോലീസ് സേന അംഗങ്ങളുടെ ജോലി ചെയ്യുന്ന അവസ്ഥയെക്കുറിച്ച്, കേരളത്തിലെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ മുന്നോടിയായി നമ്മുടെ രാജ്യത്ത് കേരളത്തിലെ പോലീസ് എവിടെ എത്തി നിൽക്കുന്നു എന്നതിനെപ്പറ്റി വളരെ വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടാകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ രാജ്യത്താകെ നമ്മൾ ഒരു ഭരണഘടനയാണ്, ഭരണഘടനയുടെ കീഴിലാണ് നാം എല്ലാ സംസ്ഥാനങ്ങളും. രാജ്യത്താകെ ഉള്ള ക്രിമിനൽ നിയമങ്ങളും ഒക്കെ ഒന്നാണ്. പ്രാദേശികമായി മാറ്റമൊക്കെ വരുത്താമെങ്കിലും, പക്ഷേ എങ്കിലും ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തെയും പോലീസ് സംവിധാനം, അവിടുത്തെ പോലീസും ജനങ്ങളും തമ്മിലുള്ള ബന്ധം, പോലീസിൻ്റെ പ്രവർത്തന രീതി, ഇതിലൊക്കെ തന്നെ വളരെ വലിയ വ്യത്യാസമുണ്ട്. ക്രമസമാധാന പാലനം, കുറ്റാന്വേഷണം, ഇതൊക്കെയാണ് എല്ലായിടത്തും ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. എല്ലാവരെയും നയിക്കുന്ന, നിയന്ത്രിക്കുന്ന നിയമങ്ങളും ഒന്നു തന്നെയാണ്. പക്ഷെ അടിസ്ഥാനപരമായി ഇത് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ തിരുവനന്തപുരം സിറ്റിയിലെ ഉദ്യോഗസ്ഥരായ നിങ്ങളെല്ലാം ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഈ വിഴിഞ്ഞം ഹാർബറുമായി ബന്ധപ്പെട്ട സമരം കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥരാണ്. നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ് അത് എത്രത്തോളം വലിയ സംഘർഷത്തിലേക്കും പോലീസിനെതിരായ വലിയ അക്രമത്തിലേക്കും ഒക്കെ പോയി ധാരാളം പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ പരിക്കേൽക്കുകയും ചില ആളുകൾക്ക് നിരവധി ഫ്രാക്ചറൊക്കെ ഉണ്ടായ സംഭവം നമുക്കറിയാം. ഫീൽഡിൽ പ്രവർത്തിച്ചിരുന്ന ചില ഉദ്യോഗസ്ഥരുമായി ആ സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളിൽ വന്നതിനപ്പുറം ആ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അതെന്തായാലും സംസ്ഥാന പോലീസ്, തിരുവനന്തപുരം സിറ്റിയിലെ പോലീസ് അത് കൈകാര്യം ചെയ്ത രീതിയിലൂടെയാണ് ആ പ്രശ്നം സമാധാനപരമായ ഒരു പരിഹാരത്തിലേക്ക് പോവുകയും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അവിടെ വലിയ ആഘോഷമായി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ വികസനത്തിനുതകുന്ന ഒരു പ്രതീക്ഷയായി ആ പോർട്ട് ഒരു ഉദ്ഘാടന കർമ്മം നടന്നത്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഏതാണ്ട് സമാനമായ ഒരു വ്യാവസായിക പ്രശ്നം, വ്യാവസായിക മേഖലയിലെ സംഘർഷ പ്രശ്നം തൂത്തിക്കുടിയിലുണ്ടായി. നിങ്ങളിൽ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും. ഇവിടെ അദാനിയുടെ പോർട്ടായിരുന്നുവെങ്കിൽ, അത് അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്, അവിടെ വേദാന്തയുടെ സ്റ്റെർലൈറ്റ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയായിരുന്നു. അതിനെതിരായി പ്രാദേശികമായ വലിയ എതിർപ്പ് വന്നു. പൊല്യൂഷന്റെ പേരിലാണ് എതിർപ്പ് വന്നത്. ഇതിനെതിരായ പ്രക്ഷോഭം എങ്ങനെയാണ് അവസാനിച്ചത് എന്ന് നിങ്ങളിൽ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും.
അതിനിയും കഴിഞ്ഞിട്ടില്ല. 2018 വലിയ സംഘർഷത്തിൽ പോലീസ് വെടിവയ്പിൽ 1 ഡസനിലധികം ആളുകൾ മരിച്ചു. ഏതാണ്ട് 13 പേര് മരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടുകൂടി ആ പ്രശ്നം തീർന്നു. ആ വ്യവസായം അവിടെ ഇല്ലാതായി. അതുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വന്ന് പോലീസിനെയൊക്കെ ന്യായീകരിച്ചു. പക്ഷേ മദ്രാസ് ഹൈക്കോടതി അതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കടന്നു ചെന്ന് ഉദ്യോഗസ്ഥർക്കെതിരായ നടപടിയിലോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുമ്പോൾ ആ സമൂഹത്തിലുണ്ടാകുന്ന സംഘർഷങ്ങൾ ജനാധിപത്യപരമായി പരിഹരിക്കുന്നതിൽ സംഘർഷങ്ങൾ ഉണ്ടായാലും അതിനെ എങ്ങനെ സമാധാനപരമായി ജനാധിപത്യത്തിൻ്റെതായ രീതിയിൽ റിസോൾവ് ചെയ്യാം, പരിഹരിക്കാം എന്നുള്ളതിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച മാതൃകയാണ് കേരളത്തിലെ പോലീസ്. അതുപോലെ തന്നെയാണ് കുറ്റാന്വേഷണത്തിൻ്റെ കാര്യത്തിൽ. ഇവിടെ ചില നിർണായക കേസിലൊക്കെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിരുന്ന വ്യക്തി ഇവിടെയുണ്ട്. എനിക്കും അദ്ദേഹത്തെ നേരിട്ട് ഞാൻ ചില കേസിൻ്റെ കാര്യത്തിലൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പ്രമാദമായ പല കേസുകളും കൈകാര്യം ചെയ്ത രീതി, സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ട സംഭവങ്ങൾ കേരളത്തിലുണ്ടായപ്പോൾ നമ്മളെങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? അതിലെ കുറ്റവാളികളെ നമ്മൾ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ സൗമ്യയായാലും ജിഷയായാലും അതുപോലെ ഈ തെക്കൻ ജില്ലകളിലൊക്കെ പല കേസുകളിലും നമ്മൾ യഥാസമയം പ്രൊഫഷണലായി അന്വേഷിച്ച് പ്രതിയെ കണ്ടെത്തി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ശാസ്ത്രീയ തെളിവുകൾ നിരത്തി ശിക്ഷിച്ച് അവർക്ക് ജയിലിൽ പോകുന്ന സാഹചര്യം സൃഷ്ടിച്ചു. പക്ഷെ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്ന അവസ്ഥ, ഹൈദരാബാദിൽ ഏതാനും വർഷം മുൻപ്, ഞാൻ വിരമിക്കുന്നതിന് തൊട്ട് മുൻപാണ്, ഒരു സ്ത്രീ കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ കേൾക്കുന്നത് ഒരു വെളുപ്പിന് പ്രതികളെ എന്തോ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നു, കുറ്റവാളികൾ ഏറ്റുമുട്ടലിൽ മരിക്കുന്നു. ഇപ്പം 8 ദിവസം മുമ്പ് തൊട്ടടുത്ത സംസ്ഥാനമായ ചെന്നൈ, തമിഴ്നാട്ടിലും ചെന്നൈയിലും ഇതുതന്നെ സംഭവിച്ചു. പ്രമാദമായൊരു കൊലപാതകത്തിൽ കുറ്റവാളികൾ പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ചെയ്യുന്നു. മുഖ്യപ്രതിയുമായി അവിടുത്തെ പോലീസ് തെളിവെടുപ്പിന് പോകുന്നു. ആ തെളിവെടുപ്പിനിടയിൽ അയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവെന്നും പിന്നീട് അയാൾ ചെയ്യപ്പെടുന്നു. ഇങ്ങനെയൊക്കെയാണ് അവിടെ സംഭവിച്ചത്. ഇപ്പൊ കുറ്റാന്വേഷണത്തിന്റെ കാര്യത്തിലായാലും ക്രമസമാധാന പാലനത്തിന്റെ കാര്യത്തിലായാലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഇതര സംസ്ഥാനങ്ങൾ പലതും അടിസ്ഥാനപരമായി ജനാധിപത്യ സങ്കല്പത്തിലെ പോലീസ് എന്തായിരിക്കണം എന്നതിൽ നിന്ന് പലപ്പോഴും അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ഓരോരുത്തരും കേരളത്തിലെ പോലീസ് സേനയിലെ അംഗങ്ങളെന്ന നിലയിൽ നമ്മുടെ രാജ്യത്തിനു തന്നെ ഉത്തമമായ ഒരു മാതൃകയായി നിലകൊള്ളുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നാം മനസ്സിലാക്കണം. അത്തരമൊരു സേനയിൽ അംഗമായിരിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം അഭിമാനകരമായ ഒരു കാര്യമാണ്. നമ്മൾ കാലികമായിട്ടുള്ള പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും പറ്റി പരിശോധിക്കുമ്പോൾ അങ്ങനെ കേരളം നേടിയ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾക്ക് മാതൃക എന്ന നിലയിൽ ജനാധിപത്യപരമായി എങ്ങനെ പോലീസിംഗ് നടപ്പാക്കാം എന്നതിൽ നമ്മൾ കാണിച്ചു കൊടുത്ത മാതൃകയെ മുന്നോട്ട് നയിക്കാൻ ഉതകുന്ന രീതിയിൽ ആകണം നമ്മളും അതിലേക്ക് സംഭാവന നൽകേണ്ടുന്നത്. ആ ഒരു ബോധം അത് കൂടിയേ തീരും. കാരണം നമ്മൾ മെച്ചപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ, അനുഭവങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പറയുമ്പോൾ നമ്മളെല്ലാം തികഞ്ഞവരാണ് എന്നർത്ഥമില്ല. ഞാൻ ഈ പോലീസ് അക്കാഡമിയിൽ ജോലി ചെയ്യുന്ന കാലത്ത് വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസ് സംവിധാനത്തെ പറ്റി മനസ്സിലാക്കുമ്പോൾ അവിടെ പല ചർച്ചയിലും പറയുമായിരുന്നു, നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണഘടനയും നിയമങ്ങളുമൊക്കെ വിഭാവന ചെയ്യുന്ന പോലീസ് സമ്പ്രദായം ജനാധിപത്യത്തിലെ ഉത്തമമായ രീതിയിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നത് സംബന്ധിച്ച് അതിൻ്റെ ചില വകുപ്പുകൾ ഭരണഘടനയിൽ പോലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ലോകത്ത് ഒരു ഭരണഘടനയിലും അങ്ങനെയില്ല. അത് വിമർശന വിധേയമായിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ ഇന്ത്യയുടെ അവസ്ഥ മനസ്സിലാക്കി BR അംബേദ്കറെ പോലുള്ള ധിഷണാശാലികൾ അത് ഉൾപ്പെടുത്തിയതാണ്. ഇതൊക്കെയാണെങ്കിലും ആ നിയമവും ഭരണഘടനയും വിഭാവന ചെയ്യുന്ന അവസ്ഥയും പ്രായോഗികമായി വിവിധ സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന അവസ്ഥയും തമ്മിൽ വലിയൊരന്തരം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ആ അന്തരം ഏറ്റവും കുറഞ്ഞ ഒരു സംസ്ഥാനമാണ് കേരളം. അത് ഏറ്റവും കുറഞ്ഞ ഒരു സംസ്ഥാനമാണ്. ആ അന്തരം ഇല്ലാതായിട്ടില്ല. അതില്ലാതാക്കുന്നതിന് വേണ്ടി നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്ന നിലയിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടുന്നത്. ആ ദിശയിൽ കേരളം വളരെ സുപ്രധാനമായ പല കാൽവയ്പ്പുകളും കാലക്രമേണ നമ്മൾ നടത്തിയിട്ടുണ്ട്.